ഹായ്, ഈ കിടക്കുന്നുണ്ടോ? ഇതാകട്ടെ കാട്ട് ഞാവൽപ്പഴം. അപ്പോൾ നമ്മളിന്ന് പറിക്കാൻ വേണ്ടി വന്നാണേ. നോക്കി എന്ത് ഭംഗിയാണ്. അതുകൊണ്ട് എന്തോരം നിൽക്കുന്നത് നോക്കി. നമ്മുടെ നാട്ടുഞാവലിൻ്റെ അത്ര വലിപ്പമില്ല കേട്ടോ. ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടേ. വലിയൊരു മരമാണേ. ഇതുകൊണ്ടോ ഞാവൽപ്പഴം തിന്നാനായിട്ട് എത്തിയ ആളാണ് കേട്ടോ, ഒരു മലയണ്ണൻ. നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട് ആശാൻ കുറച്ച് നേരത്തേക്ക് പമ്മിയിരുന്നേ, പിന്നെ ഓടിപ്പോകാനുള്ള പരിപാടി കേട്ടോ. അതുകൊണ്ട് ഇതിലേക്കൂടെ എല്ലാം നിറയെ ഉണ്ട് കേട്ടോ. പിന്നെ നാട്ടിൽ ഞാവൽ അത്ര ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ചെറിയൊരു കമർപ്പും ഒക്കെ കൂടിയാണ്, കമർപ്പും ചെറിയൊരു മധുരവും കൂടെ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പഴങ്ങളൊക്കെ അങ്ങ് പറിച്ചെടുക്കാം. നോക്കി എന്തോരം പഴമൊന്നുണ്ടോ. നമ്മൾ വളരെ കുറച്ച് പഴങ്ങൾ പറിച്ചിട്ടുള്ളേ. പിന്നെ ഇത് വൈനൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാമെന്ന് പറയുന്നത് കേട്ടു. എന്തായാലും നാട്ടുഞാവലിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഒരിക്കലും വരില്ല കേട്ടോ. അതുകൊണ്ട് ഞാവൽപ്പഴം തിന്നാനായിട്ട് കുറേ കിളികളൊക്കെ വന്നിട്ടുണ്ടേ. ഇത് ഇരട്ടത്തലച്ച കേട്ടോ. എന്തായാലും കിളികൾക്കും മലയാളാനും പിന്നെ കുരങ്ങനും ഒക്കെ തിന്നാനുള്ള ഞാവൽപ്പഴം ഇഷ്ടം പോലെ ഉണ്ടായി. അപ്പോൾ നമ്മൾ ഞാവൽപ്പഴമൊക്കെ പറിച്ചെടുത്തിട്ട് വീട്ടിലേക്ക് പോകണേ. ഇതുകൊണ്ട് അതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഒരാളെ ഇവിടെ ഇരിപ്പുണ്ടേ. ഈ പക്ഷിക്കൂടെ പറയുന്നവരെ എറിയുന്ന കേട്ടോ. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ ഞാവലിൻ്റെ പഴം തിന്നാൻ വേണ്ടി വരുന്ന കിളികളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനെയൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിരിക്കുന്ന കേട്ടോ അവൻ. ഇപ്പം പമ്മി ഇരുന്നിട്ട് ഒരേ കിളികളെ പിടിച്ച് തിന്നും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണാവേ.